നമസ്കാരം. പ്രവാസിയായ ഭർത്താവിനെ ഭാര്യയും അനന്തരവനായ കാമുകനും ചേർന്ന് കൊലപ്പെടുത്തി മൃതദേഹം 2 കഷ്ണങ്ങളാക്കി സ്യൂട്ട് കേസിനുള്ളിൽ ഒളിപ്പിച്ചു. ഉത്തർപ്രദേശിലാണ് സംഭവം. സൗദി അറേബ്യയിൽ പ്രവാസിയായിരുന്ന നൌഷദ് അഹമ്മദ് എന്ന 38-കാരനാണ് കൊല്ലപ്പെട്ടത്. വിവാഹേതര ബന്ധത്തിന് തടസ്സമാകുമെന്ന് കരുതിയാണ് ഭർത്താവിനെ കൊലപ്പെടുത്തിയത്. റസിയ സുൽത്താന, കാമുകൻ റോമൻ, ഇയാളുടെ സുഹൃത്ത് എന്നിവർ ചേർന്നാണ് കൊല നടത്തിയത്. സംഭവത്തിൽ റസിയയെ പോലീസ് അറസ്റ്റ് ചെയ്തു. റോമനും സുഹൃത്തും ഒളിവിലാണ്. ഉത്തർപ്രദേശിലെ ഡിയോറിയയിലാണ് ദാരുണമായ സംഭവം. ഭർത്താവിനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം 2 കഷ്ണങ്ങളാക്കി സ്യൂട്ട് കേസിൽ ഒളിപ്പിച്ച് 50 കിലോമീറ്റർ അകലെ ഒളിപ്പിക്കുകയായിരുന്നു. ഞായറാഴ്ച രാവിലെയാണ് ഉത്തർപ്രദേശിലെ ദേവരിയയിലുള്ള ഒരു കർഷകന് തന്റെ വയലിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്നിരുന്ന ഒരു സ്യൂട്ട് കേസ് ലഭിച്ചത്. സംശയാസ്പദമായ നിലയിൽ സ്യൂട്ട് കേസ് കണ്ടതോടെ ജിതേന്ദ്രഗിരി എന്ന കർഷകൻ ഉടൻ വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ സ്യൂട്ട് കേസിൽ പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞ കഷ്ണങ്ങളാക്കിയ മൃതശരീരമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസിന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ലഭിച്ചത്. നേരത്തെ റസിയയും യുവാവും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ഇവരുടെ ബന്ധം നൌഷദ് അറിയുകയും ഗ്രാമത്തിൽ നടത്തിയ ചർച്ചയിൽ കാമുകനുമായിട്ടുള്ള ബന്ധം പിരിയാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നൌഷദ് തിരികെ വിദേശത്തേക്ക് പോയതോടെ ഇരുവരും വീണ്ടും അടുത്തു. 10 ദിവസം മുൻപാണ് നൌഷദ് സൗദിയിൽ നിന്നും മടങ്ങിയെത്തിയത്. ഇതോടെ ബന്ധത്തിന് തടസ്സമാകുന്നത് കണ്ടാണ് ഇരുവരും കൊലപാതകം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ബാഗിലുണ്ടായിരുന്ന വിദേശ സിം കാർഡ്, രേഖകളുടെ ഫോട്ടോ കോപ്പി, എയർപോർട്ട് ടാഗ് പതിച്ച യാത്രാ ബാർകോഡ് എന്നിവയാണ് മരിച്ചയാളെ തിരിച്ചറിയാൻ സഹായിച്ചത്. മൂർച്ചയേറിയ ആയുധം കൊണ്ട് തലയ്ക്ക് മുറിവേറ്റ പാടുകൾ മൃതദേഹത്തിലുണ്ടായിരുന്നു. ആളെ തിരിച്ചറിഞ്ഞ ശേഷം പോലീസ് നൌഷാദിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയാണ് ഭാര്യയിലേക്ക് സംശയമെത്തിയത്. വീട്ടിലുണ്ടായിരുന്ന മറ്റൊരു ബാഗിൽ രക്തക്കറകൾ കണ്ടെത്തി. ഭാര്യയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ കുറ്റം സമ്മതിക്കുകയായിരുന്നു. കാമുകനും കൊലപാതകത്തിന് സഹായിച്ചെന്നാണ് മൊഴി. എന്നാൽ ഇയാൾ നിലവിൽ ഒളിവിലാണ്. ദീർഘകാലം പ്രവാസിയായിരുന്ന നൌഷദ് ഈയിടെ നാട്ടിൽ പുതിയ വീട് പണിതിരുന്നു. അച്ഛനും ഭാര്യയും മക്കളുമാണ് ഇവിടെ താമസിച്ചിരുന്നത്. നാട്ടിലേക്ക് വരുമ്പോൾ കൊണ്ടുവന്ന 2 ട്രോളിയിൽ ഒന്നിലാണ് നൌഷാദിനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഒളിപ്പിച്ചത്.